ഇവരെന്നെ യാമ തല വീടിയെടുത്ത് കിട്ടിയത്. അളിയോ, നാട്ടിലെ പെൺകുട്ടികൾക്കൊക്കെ സുഖമാണല്ലോ അല്ലേ? ഒരുവിധപ്പെട്ട ആണ്ടല്ലേ അങ്ങനെ സംസാരിക്കുന്നത്. അതിനർത്ഥം ഞാൻ വായി നോക്കിയെന്നില്ലേ? അങ്ങനെ സ്വയം ഒന്ന് തീരുമാനം എടുക്കുന്നത് വളരെ നല്ല കാര്യമാണ്. അത് മനുഷ്യ ജീവിതത്തിൽ വലിയ ഗുണമുണ്ടാകും. മനസ്സിലായില്ലേ? ചേച്ചി ചേച്ചി നീ ചേച്ചി കൂച്ചിന്ന് വിളിച്ച് ജാമ്യം എടുക്കൊന്നും വേണ്ട കേട്ടോ. ഒരു കാര്യം ഞാൻ പറയാം, അപ്പുറത്ത് ഇച്ചില്ലാത്ത പെണ്ണിങ്ങനെ എത്തിക്കൊണ്ടിരിക്കരുത്. ആ നാട്ടുകാരനോട്ട് നല്ല നല്ല ബന്ധമാണ് ഞങ്ങൾ തമ്മിൽ. ആ ബന്ധം നീ ഇല്ലാണ്ടാക്കരുത്. പറഞ്ഞേക്കാം കേട്ടോ. ഭയങ്കര ബന്ധം തന്നെ. ഞാൻ കേട്ട് നിങ്ങൾ മറ്റേ നാടകത്തിന്റെ അവാർഡ് വാങ്ങാൻ പോയ കഥയും അവിടെ ഇരുന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ മാത്രമല്ല എല്ലാവരും അറിഞ്ഞു. എന്താ പറഞ്ഞത്? ഞാൻ എന്തിനു പറയാ ഇങ്ങനെ കിടന്ന് വല്ലതും കിടന്ന് പറഞ്ഞോണ്ടിരിക്കും. എടി ഞാൻ വന്ന് നോക്കുമ്പോൾ അപ്പുറത്തെ വീട്ടിൽ ഇച്ചിരി ഇല്ലാത്ത പെണ്ണില്ലേ, അതിനെ ഇവനെ എത്തി നോക്കുന്നു. അതിൽ ടൂൺ ചെയ്തോണ്ടിരിക്കുക. ഞാൻ ചോദിച്ചാൽ അവന് ഇഷ്ടപ്പെട്ടില്ല. അയ്യോ നൊട്ടാ കുരുക്കാത്ത നോണ. എന്റെ ചേച്ചി അതൊന്നും അല്ല. ഈ പട്ടിക്കാട്ടിൽ റേഞ്ച് ഒന്നും ഇല്ല. ഞാൻ വെളിയിറങ്ങിയിട്ട് മൊബൈലിൽ റേഞ്ച് കിട്ടുമോ നോക്കിയതാ, ഇങ്ങനെ വന്ന് അങ്ങോട്ട് നോക്കി റേഞ്ച് കിട്ടുമോ അതിനാണെന്ന് പറയണത്. അല്ല മനസ്സിലായി. നിന്റെ റേഞ്ച് എന്താണെന്ന് എനിക്ക് മനസ്സിലായി. ആ റേഞ്ച് ഇവിടെ വേഗത്തില്ല. ആ റേഞ്ച് വേണമെങ്കിൽ നിന്റെ വീട്ടിൽ പോയി ഒരു ടവർ നന്നാക്കെ. ഇവിടെ ആ ടവർ പറ്റത്തില്ല. ഇവിടെ റേഞ്ച് ഉണ്ടാക്കാൻ പറ്റും. സ്ഥലമിട്ടെ ഇറങ്ങി. ചുമ്മാ നടന്നിട്ട് കുറെ നേരം കൊണ്ട് ഷോ കാണിക്കുകയാണ് എന്റെ അടുത്ത്. ദൈവമേ, അയലോക്കാരെ കൊണ്ട് പറയിപ്പിക്കും. അയ്യോ നീ പറയിപ്പിക്കാതിരുന്ന അയലൊക്കെ മുഴുവൻ അറിഞ്ഞ്. അയലൊക്കെ മാത്രമല്ല നാട്ടിൽ മുഴുവൻ. എന്ത് പറഞ്ഞത്? ഈ നൂഡിൽസ് അല്ല എന്റെ കാര്യങ്ങൾ. എനിക്ക് ദേഷ്യം പിന്നെ ഇത്രയും നാളും അവിടുത്തെ അളിയന്മാരെ കൊണ്ടായിരുന്നു തലവേദന. ഇപ്പൊ നിങ്ങൾ തുടങ്ങി. അവിടുത്തെ അളിയന്മാരെ പോലെ നീ സ്വപ്നം കാണണ്ട. ഈ തമ്പാനൂർ തമ്പി എന്ന് പറയുന്നുണ്ടല്ലോ, ഇന്നലെ വിട്ട് പെരുമാറുന്നതല്ല. നിന്റെ ആങ്ങളെ ഇന്ന് ഇവിടെ പറഞ്ഞു വിട്ടോണം. എനിക്ക് ദേഷ്യം വരും. പറഞ്ഞേക്കാം അവൻ എത്തി നോക്കുന്ന ആ പെങ്കൊച്ചുണ്ടല്ലോ, ഇച്ചിരിയാത്ത പെങ്കൊച്ച് എന്നെ വിട്ടണം. എന്തിനാണ് വിട്ടിലാണോ ഇത്? വിട്ടില് നില വിട്ട് പെരുമാറാറിനൂടെ ആള് പോയതുണ്ടോ? തമ്പിച്ചേട്ടൻ പറയണേ കാര്യമുണ്ട്. നീ കുറച്ചൊന്നും ഒതുങ്ങണം. ഇത്രയും ഒതുങ്ങി മതിയാ? എത്ര നല്ല ആലോചനകൾ വന്നു. എന്ന് കയറിയിരിക്കുന്നു നൂഡിൽസ് തലേൻ്റെ അടുത്ത്. കാണുമ്പോൾ എനിക്ക് കലി വരും. എന്നെ മനസ്സിലായോ? അന്ന് വീട്ടിൽ വന്നായിരുന്നു. എൻ്റെ അമ്മ ഇവിടെ അയൽക്കൂട്ടത്തിലുണ്ട്. ഓ അമ്മയുടെ അന്ന് വന്നാ അറിയാം. എവിടെ പോയതാ? എന്റെ ഫ്രണ്ടിന്റെ വീട് അടുത്താണ്. അപ്പൊ ഞാൻ പോയിട്ട് വീട്ടിൽ പോയി. എങ്ങനെ പോയത്? ബസ്സിലാണോ ആട്ടോയിലാണോ? അല്ല, നടന്നു പോകാനുള്ള ദൂരമേ ഉള്ളൂ. അപ്പൊ നടന്നു പോയിട്ട് വീട്ടിൽ പോയി. സുഖല്ലേ? ആന്റി അന്വേഷിച്ചു എന്ന് പറയണേ. പറയാം. ഞാൻ കുറച്ചു നേരമായിട്ട് ഇവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കാൻ. എന്നെയോ? വെറുതെ ഒന്ന് കാണാൻ തോന്നി. പോട്ടെ, ഞാൻ കൊണ്ടാക്കണോ? വേണ്ട, ഞാൻ കൊണ്ടാക്കാം. ഇല്ല, എന്റെ ആവശ്യമില്ല. ഇവിടെ അടുത്തല്ലേ. അല്ല ഇത് അമ്മയുടെ ഫ്രണ്ടിന്റെ മോൻ. ഇതാരെന്തോ? അത് നീ ഏതാടാ? ലല്ലു. പറക്കിൻ ലല്ലു. പേരാടാ. അതിന് നിനക്ക് ചെറവൊന്നും ഇല്ലല്ലോ പറക്കാൻ. നല്ല മഴ പറഞ്ഞു. മഴയ്ക്കുമ്പോ വീട്ടിൽ പോ, പനി പിടിക്കും. ചുമ്മാ സീനൊന്നും. இந்த மாதிரி நேரங்களோட வீரங்கள் சொல்ற வார்த்தை என்ன தெரியுமா? எல்லாம் நான் பாத்துக்கலாம். പോവാൻ. നിനക്കെന്താടാ അവളുടെ കാര്യത്തിൽ ഇത്ര ശ്രദ്ധ? എടാ, കെട്ടാൻ പോകുന്ന പെണ്ണിന്റെ ഭാവി ഭർത്താവെന്ന രീതിയിൽ അവൾ എവിടെ പോകണം, എങ്ങനെ നിൽക്കണം, എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കേണ്ട അവകാശം എനിക്കുണ്ടടേ. അതൊക്കെ ഈ കണ്ണിക്കണ്ട ഈ വഴിയിങ്ങനെ ഊളെടുത്ത് പറയേണ്ട ആവശ്യം എനിക്കില്ല. ഊളയാ? ആരാ നീ? എന്തിന് ഊള? കയ്യടനിയാ? വീട്ടിൽ പോടാ. കയ്യടനിയാ നീ? ആടാ പറഞ്ഞേ. നീ അയ്യോനെ ആരായാലും ആരായിട്ടാണ് വാടാ. അടിക്കോടാ.